കഴിഞ്ഞ ഒരു ദിവസം വാട്സ് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ ഞാൻ അനലൈസ് ചെയ്തു. അതായത് ഇനി പബ്ലിക്കായിട്ട് കിട്ടില്ല. അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ അതിൽ ചെറിയ 1-2 തെറ്റുകൾ എനിക്ക് പറ്റി. അപ്പോൾ ആ തെറ്റ് പറ്റിയാൽ അത് ഏറ്റു പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടീഷൻ. അത് പറഞ്ഞില്ലെങ്കിലും സ്വസ്ഥത കിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് അത് ബോധ്യപ്പെടുത്തി അതൊരു കാര്യം അവതരിപ്പിച്ചാൽ മാത്രമേ അതൊരു സമാധാനമുള്ളൂ. എന്താ വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് പറ്റി അത് നിങ്ങളത് അറിയിക്കുമോ, അത് ക്ലിയർ ആക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ. അപ്പോൾ അതിന് ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അത് തൽക്കാലം ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനി ഒന്ന് ക്ലിയർ ആയിട്ട്, അതായത് ഞാൻ അതിനകത്ത് നമ്മളെ വേവ് ഫോം വെച്ചിട്ടും നമ്മളെ ഫ്രീക്വൻസി വെച്ചിട്ടുമുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് കാൽക്കുലേഷൻ കാണിച്ചതിൽ ഇപ്പോൾ v²r എന്നുള്ളതും v²2r എന്നുള്ളതും തമ്മിലുള്ള ആ ഒരു പ്രശ്നം പറഞ്ഞതും അതിനകത്ത് ഞാൻ കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചതും ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് എനിക്കാണ് പറ്റിയത്. കാരണം ആ വീഡിയോ ഷൂട്ട് ചെയ്ത് 5 പ്രാവശ്യമായിട്ടാണ്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം മറ്റ് 3 പ്രാവശ്യം എടുത്തിട്ടാണ് അതിൻ്റെ ബാക്കി പ്രാക്ടിക്കൽ വീഡിയോ ഷൂട്ട് ചെയ്തത്, സമയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഇടയിൽ കൂടി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആദ്യം ചെയ്തതിൻ്റെ ഒരു വെറുതെ റെഫറൻസ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അവിടെ ഒരു മെഷർ ചെയ്ത് 9.8 വോൾട്ട് എനിക്കൊരു 1 kHz സിഗ്നൽ കൊടുത്ത് ഒരു ആംപ്ലിഫയറിൽ കണക്ട് ചെയ്ത് ഒരു സ്പീക്കർ കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടി. അപ്പോൾ ആ 9.8 വോൾട്ട് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ രണ്ടാമത് ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ ആ കാൽക്കുലേഷൻ കാണിക്കുമ്പോൾ v² കൂട്ടുന്നത് അതിൻ്റെ പവർ സപ്ലൈ വോൾട്ടാണ്. അതേസമയം ആ പവർ സപ്ലൈ വോൾട്ടാണ് ഞാൻ അവിടെ ശരിക്കും v²r2 അല്ലെങ്കിൽ v²2r കൂട്ടേണ്ടത് എന്നുള്ളത്, അതായത് ഇതിൻ്റെ DC മാക്സിമം പവർ സപ്ലൈ ആണ് കൂട്ടേണ്ടത് എന്നുള്ളത് ഞാൻ അതിന് മുമ്പ് തന്നെ ആ ഫേസ് വീഡിയോയിൽ പറയണ്ടായി. അപ്പോൾ എന്തൊക്കെ തെറ്റുകൾ അവിടെ വന്നു, അതായത് ഞാൻ പറഞ്ഞതൊന്ന്, ആ പറഞ്ഞതിന് ചെറുതായിട്ട് തെറ്റിയിട്ട് ഞാൻ കാൽക്കുലേഷൻ എടുത്ത വാല്യൂ വേറൊന്ന്, അത് കഴിഞ്ഞ് കാൽക്കുലേഷൻ ഏതാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞ വാല്യൂ വേറൊന്ന്, അതായത് RMS ഔട്ട്പുട്ട്, അതായത് ചെക്ക് ചെയ്യുമ്പോൾ സ്പീക്കറിൽ വരുന്ന ലൈൻ ഔട്ട്പുട്ട്, അതായത് വോൾട്ടേജ് ഔട്ട്പുട്ട്. അത് കഴിഞ്ഞ് ഞാൻ കാൽക്കുലേഷൻ എടുത്ത് മൂന്നാമത് ലാസ്റ്റ് ആ പ്രാക്ടിക്കൽ വീഡിയോയിൽ ചെയ്യുന്നതോ അതിൻ്റെ DC വോൾട്ടേജ്. അപ്പോൾ അങ്ങനത്തെ 3 കാര്യങ്ങൾ വന്നു. ആ 3 കാര്യങ്ങളും എന്നോട് പറ്റിയ തെറ്റാണ്. എല്ലാവരും ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് ഇത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ആരെങ്കിലും ആ ഒരു അബദ്ധം പഠിച്ചു പോയാൽ, അത് തെറ്റായിട്ട് മനസ്സിൽ കയറിപ്പോയാൽ അത് എനിക്കും എൻ്റെയും കൂടെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ അതങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ അൺലിസ്റ്റ് ചെയ്തതും. ഇനിയിപ്പോൾ ക്ലിയർ ആയിട്ട്, അതായത് എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കുറച്ചൊക്കെ. അതായത് ഞാൻ കുറച്ച് റെഫറൻസിൽ മാത്രം ആശ്രയിച്ചു. ഞാനിപ്പോൾ ഒരു വർക്ക് ഇപ്പോൾ ഒരു 100 വാട്ട്സിന് ചെയ്യുകയാണെങ്കിൽ ആ 100 വാട്ട്സ് മാക്സിമം കിട്ടാൻ, ആക്യുറസി കിട്ടാനുള്ള എല്ലാവിധ എക്സ്പെരിമെൻറ്റും ഞാൻ ചെയ്ത് നോക്കും. അത് മാത്തമാറ്റിക്കലി ആയിട്ടും അതല്ലാതെ ഇപ്പോൾ പ്രാക്ടിക്കലി ആയിട്ടും ഒക്കെ ചെയ്ത് നോക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് വെച്ചാണ് അതിൽ കുറേ തർപ്പിച്ച് പറയേണ്ടത് by2r എന്നുള്ള വാല്യൂ. പക്ഷേ അതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അതായത് കമൻസിൽ വന്നതിൻ്റെ പുറമെ എനിക്ക് എത്രയോ പേര് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തവരൊക്കെ എനിക്ക് വിട്ടു തന്ന ചില ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസൊക്കെ ചിലപ്പോൾ ഞാൻ എവിടെ പോയി പഠിച്ചാലും കിട്ടില്ല. അങ്ങനത്തെ കുറേ ഡാറ്റ ഇപ്പം എൻ്റെ തലയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് അവരോട് ഇന്നലെയാണ് കുറച്ച് പേര് സംസാരിച്ച്, മിനിയാന്ന് കുറച്ച് പേര് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് സംസാരിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് മീറ്റിങ്ങും ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് അത് എനിക്കൊന്ന് പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ അവർ പോയി കണ്ട് അതൊന്ന് കൺഫേം ആക്കിയതിൻ്റെ ശേഷം നമുക്ക് എൻ്റെ കൃത്യമായ പ്രാക്ടിക്കൽ വീഡിയോ, ഞാൻ ആണിയിട്ട് പറയുന്ന വീഡിയോ ഉണ്ടാവും. ഇത്ര വാട്ട്സാണ്, ഇത്ര കിട്ടുള്ളൂ, ഇതിങ്ങനെ കിട്ടുള്ളൂ എന്ന് പറയുന്നൊരു വീഡിയോ വരും. അതുവരെ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അത് വെയിറ്റ് ചെയ്ത് വരുന്ന ആ വീഡിയോ ഒരു അടിപൊളി സാധനമായിരിക്കും, അടിപൊളി വീഡിയോ ആയിരിക്കും. അത് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. പരാജയം സംഭവിച്ചാൽ പിന്നെ അവിടെ നിന്ന് എണീക്കുന്നത് അടിപൊളി പവർഫുൾ ആയിട്ടിരിക്കണം, അല്ലാതെ അവിടെ നിന്ന് വീണിട്ട് കഴിഞ്ഞ് പോകാൻ പാടില്ല എന്നാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വർക്കിൽ ഇതിൻ്റെ കൂടെ, അതായത് സാധാരണ നമ്മളെ ഡെയിലി വീഡിയോസിൻ്റെ കൂടെ വർക്കിൻ്റെ കൂടെ ആ ഒരു കാര്യങ്ങളും നടക്കുന്നുണ്ട്. കാരണം അതറിയേണ്ടത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു ബോർഡ് വാങ്ങി ഏതെങ്കിലും ഒരു സ്പീക്കർ കണക്ട് ചെയ്യുന്നതിനാട്ടും ബെസ്റ്റ് കണക്ട് ചെയ്യുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇവിടെ ബെസ്റ്റ് ബോർഡ്, ബെസ്റ്റ് കറക്റ്റായിട്ടുള്ള മാച്ചിങ്ങും അത് വർക്ക് ചെയ്യുമ്പോഴുള്ള ആ ആക്യുറസീൻ്റെ ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ആലോചിച്ചറിയാലോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് ഞാൻ ചെയ്യുന്നതും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടതും. അപ്പോൾ അതിൽ ക്ലിയർ ആവാത്തത് കൊണ്ട് ഒന്നുകൂടി നമ്മൾ അതിന് വേണ്ട വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, വളരെ വൈഡായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഒരു കോൺടാക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഭാഗ്യമുണ്ടായി, ആ ഒരു തെറ്റുപറ്റിയുണ്ട്. അപ്പോൾ അവർ കുറച്ചുകൂടെ ക്ലാരിറ്റി ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ക്ലാസ്സൊക്കെ കൊടുക്കുന്ന ടീമുകളുണ്ട്, അതായത് വലിയ സൗണ്ട് എഞ്ചിനീയേഴ്സിനൊക്കെ ക്ലാസ് കൊടുക്കുന്ന ടീമുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിന് സാധ്യതയുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് നമുക്ക് നിങ്ങൾക്കും മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ
നമ്മൾ വാട്സിനെ പറ്റി വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ക്ലാരിഫൈഡ് വീഡിയോ വരും. അപ്പോൾ ഈ വീഡിയോ അത് ആ തെറ്റ് പറ്റിയതിനെ പറ്റിയുള്ള ഒരു ഏറ്റുപറച്ചിലായിട്ട് നിങ്ങളെല്ലാവരും കണക്കാക്കുക. അപ്പോൾ ആ തെറ്റ് പറ്റിയാൽ എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട്, അതായത് നാളത്തെ മൺഡേ കമൻറ്റ് ബോക്സിൽ കാണാം.